നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗസയിൽ ഹമാസിനെ തീർക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരും. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടു കൊണ്ടുവന്ന പ്രമേയത്തിൽ മാറ്റങ്ങൾ വരുത്തി പാസായി. അമേരിക്കൻ സമ്മർദ്ദത്തെ തുടർന്നാണ് പ്രമേയം കൂടുതൽ മാനുഷിക സഹായം എത്തിക്കാൻ മാത്രമാക്കി മാറ്റിയത്. ഇതോടെ പ്രമേയത്തിന് UN രക്ഷാസമിതിയുടെ അംഗീകാരവും ലഭിച്ചു. 15 അംഗ രക്ഷാസമിതിയിൽ 13 രാജ്യങ്ങൾ വെള്ളം ചേർത്ത പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. ആരും എതിർത്തില്ല. അമേരിക്കയും റഷ്യയും വിട്ടുനിന്നു. റഷ്യ മുന്നോട്ട് വെച്ച ഭേദഗതി തള്ളി. സമവായത്തിലെത്താനാകാത്തതിനാൽ 4 തവണ മാറ്റിവെച്ച പ്രമേയമാണ് വെള്ളിയാഴ്ച രക്ഷാസമിതിയിൽ അവതരിപ്പിച്ചത്. വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തിൽ വാചകങ്ങൾ മയപ്പെടുത്തിയാൽ പിന്തുണയ്ക്കാമെന്നാണ് അമേരിക്ക അറിയിച്ചിരുന്നത്. ഒടുവിൽ UAE കൊണ്ടുവന്ന പ്രമേയത്തിലെ ഇസ്രായേൽ ഫലസ്തീൻ ശത്രുക്കൾക്ക് അടിയന്തരവും സുസ്ഥിരവുമായ വിരാമം എന്ന വാചകം US സമ്മർദ്ദത്തെ തുടർന്ന് ഒഴിവാക്കി. പകരം സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ മാനുഷിക സഹായം ഉടനടി അനുവദിക്കാനുള്ള അടിയന്തര നടപടികൾക്കൊപ്പം ശത്രുത സുസ്ഥിരമായി അവസാനിപ്പിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നാക്കി മാറ്റിയിരുന്നു. വാചകങ്ങൾ മാറ്റുന്നതിൽ കൂടുതൽ ചർച്ച വേണമെന്ന് റഷ്യ അടക്കം ആവശ്യപ്പെട്ടിരുന്നത്. ഒരു തടസ്സമില്ലാതെ മാനുഷിക സഹായം ഗസയിൽ എത്തിക്കാൻ യുദ്ധത്തിന്റെ ഭാഗമായ എല്ലാ കക്ഷികളും അനുവദിക്കണമെന്ന് പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. അടിയന്തര വെടിനിർത്തൽ ആവശ്യങ്ങളൊന്നും പ്രമേയത്തിലില്ല. വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയം നേരത്തെ 2 തവണ US വീറ്റോ ചെയ്തിരുന്നു. അതേസമയം സിവിലിയന്മാർക്കു നേരെയുള്ള അതിക്രമത്തെ അപലപിക്കുന്ന വാചകങ്ങൾ ഒഴിവാക്കി പ്രമേയം പാസാക്കിക്കൊണ്ട് കാര്യമൊന്നുമില്ല എന്ന് അന്താരാഷ്ട്ര തലത്തിൽ വിമർശനം ഉയർന്നിരുന്നു. വെടിനിർത്തലില്ലാതെ ഗസയിൽ മാനുഷിക സഹായം എത്തിക്കുന്നുണ്ടെന്ന പ്രയോജനമല്ല എന്നും നിരപരാധികൾക്കുമേൽ അതിക്രമം തുടരാനുള്ള അനുവാദമാണ് ഇതിലുണ്ടാവുക എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ വെടിനിർത്തൽ ഗുണം ചെയ്യുക ഹമാസിനാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഈ ആവശ്യത്തെ USഉം പിന്തുണയ്ക്കുകയായിരുന്നു. അതേസമയം ജബലിയയിലും ഖാൻ യൂനിസിലും ഇസ്രായേൽ സേന ശക്തമായി തുടരുന്ന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഫലസ്തീൻ റെഡ് ക്രസന്റ് സൊസൈറ്റിയുടെ ജബലിയയിലെ ആംബുലൻസ് കേന്ദ്രം തകർത്തു. ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത് അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇസ്രായേൽ സൈനിക താവളത്തിന് നേരെ ആക്രമണം നടത്തിയതായി അൽ-ഖുദ്സ് ബ്രിഗേഡ് അറിയിച്ചു. യുദ്ധം ആരംഭിച്ചതു മുതൽ 720 സൈനിക വാഹനങ്ങൾ തകർത്തതായി അൽ ഖസാം ബ്രിഗേഡ്സും അറിയിച്ചു. ഇതുവരെ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20,057 53,320 പേർക്ക് പരിക്കേറ്റു. അൽ-അസ പള്ളിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കെത്തിയവരെ ഇസ്രായേൽ സേന തടഞ്ഞു. സംഘർഷത്തിനിടയാക്കി വെസ്റ്റ് ബാങ്കിലെ ജെയിൻ അഭയാർത്ഥി ക്യാമ്പിൽ സൈനികരും ഫലസ്തീനികളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് ആശീർവദിച്ച് അയച്ച പ്രത്യേക സൈനിക വിഭാഗമായ ഗോലാനി ബ്രിഗേഡിന്റെ ഗസയിൽ നിന്ന് പിൻവലിക്കുന്നു. പുനഃസംഘടിപ്പിക്കാനും വിശ്രമത്തിനുമായി താൽക്കാലികമായി പിൻവലിക്കുന്നുവെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എങ്കിലും ജുബായിൽ ഉൾപ്പെടെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് കനത്ത തിരിച്ചടി നേരിട്ടതും സൈനിക ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ പോലും ആകാത്തതുമാണ് പിന്മാറ്റത്തിന് കാരണമെന്ന് വിലയിരുത്തലും ഉണ്ട്.